നമ്മളിപ്പോൾ ന്യൂസിലാണെങ്കിൽ മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ന്യൂസിലെന്നല്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഫോക്സിന്റെ പോളോ തിരിച്ചു വരുന്നു. പോളോ എന്നല്ല ഇപ്പോൾ വരുന്നത് വെച്ചാൽ ഗോൾഫ്, അതായത് ഗോൾഫ് എൻ്റർലി വേറൊരു മോഡലാണ്. അത് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന പോളോ തിരിച്ചു വരുന്നുണ്ടെന്നാണ്, അതായത് പോളോയുടെ GT ഒക്കെ. സംഭവം സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്കറിയാൻ പറ്റുന്ന ഒരു കാര്യം, അതായത് ഞാൻ ഊഹിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഒഫീഷ്യൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നുമല്ല. ഞാൻ ഫോക്സിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കൂടി നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു അപ്ഡേഷൻ ലോഞ്ചിനെ കുറിച്ച് കിട്ടില്ല. എന്നാലും പോസിബിലിറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് സംഭവം ഉള്ളത്. അപ്പോൾ മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളോ നിർത്തിയ ടൈം തൊട്ടിട്ട്, അതായത് 2022 ഏപ്രിലോടുകൂടി അതിന്റെ എൻ്റെ സെയിൽ ഇന്ത്യയിൽ നിർത്തിയാണ്. അതിന് ശേഷം തൊട്ടിട്ട് മെയിനായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു സംഭവം 22 തൊട്ടിട്ട് ആ വർഷം തന്നെ ഫോക്സിന്റെ പോളോ തിരിച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള പല മാഗസീൻസും ന്യൂസ് വരെ ഉണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കണ്ടിന്യൂ ആയ ടൈമിൽ, അതിന്റെ പീക്ക് ടൈമിലാണ് ശരിക്കും പറഞ്ഞാൽ പോളോ, അതായത് അതിന്റെ ഡിമാൻഡിന്റെ പീക്ക് ടൈമിലാണ് അത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ന്യൂസ് ഒക്കെ നല്ല രീതിയിൽ വൈറലാവും. ഇപ്പോൾ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഒരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഫ് ഇന്ത്യയിൽ തിരിച്ചു വരുന്നതാണ്. സെയിം മാഗസീൻ തന്നെ ഇതിനു മുമ്പ് ഒരു എന്താ പറയുക പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എനിക്കൊന്ന് 2023 നവംബറിലൊക്കെ അത് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അത് പോളോ GT ആ ഒരു ടൈമിൽ ഔട്ട്സൈഡ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ സെയിം എന്താ പറയുക സെയിം പതിപ്പന്നെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ആണെങ്കിൽ ഗോൾഫിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഇറങ്ങിയ ടൈമിൽ തന്നെ അവര് അപ്പോൾ ഇപ്പൊ നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫോക്സിന്റെ ഒഫീഷ്യൽസിന്റെ എന്ത് ഇന്റർവ്യൂ നടക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കോൺഫറൻസ് കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ മെയിൻ വരുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളോ എപ്പോഴാണ് തിരിച്ചു വരുന്ന ഒരു ചോദ്യമാണ് മെയിൻ ആയിട്ട് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ അതിൽ അവർ പറയുന്ന അവർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അതായത് എന്താ പറയുക ഫോക്സ് പോളോ തിരിച്ചു വരില്ല. ശരിക്കും പറഞ്ഞാൽ അവർക്കും ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷെ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓൾറെഡി ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ ഒരു പോളോ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ലേറ്റസ്റ്റ് അവസാനം പോയിട്ടുണ്ടായിരുന്ന വണ്ടി വരെ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത വണ്ടിയായിരുന്നു. ആ ഒരു മാനുഫാക്ചറിങ് ഇന്ത്യയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ആ ഒരു പോളോ നിങ്ങൾക്ക് എന്തായാലും ഇന്ത്യയിൽ ഇനി ഇപ്പൊ അടുത്തൊന്നും ഉണ്ടാവില്ല, ഭാവിയിൽ ഉണ്ടാവില്ല എന്നല്ല, ഇപ്പൊ അടുത്ത് എന്തായാലും ഇല്ല. അതിന്റെ പ്രൊഡക്ഷനോ കാര്യങ്ങളൊന്നും കറന്റ് ഇല്ല. പിന്നെയുള്ള ഒരു ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമെ ഇറങ്ങുന്ന GTIയോ അല്ലെങ്കിൽ ഗോൾഫ് എന്ന് പറഞ്ഞ മോഡലാണെങ്കിലും അത് ഇന്ത്യയിൽ കൊണ്ടുവരാന്നുള്ളതാണ്. അതിനാണ് കുറെ എന്താ പറയുക റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ടാക്സിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പ്രൈസ് നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു പോളോ വിറ്റിട്ടുണ്ടായിരുന്നതിന്റെ മാക്സിമം പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12.5 ലക്ഷത്തിനായിരുന്നു ഫോക്സ് പോളോ GT അവസാനമായിട്ട് വിറ്റിട്ടുണ്ടായിരുന്നു. ആ ഒരു റേറ്റിലൊന്നും നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വണ്ടി, അതായത് ഇമ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ വരുന്നു എന്ന് പറഞ്ഞ പോളോ തിരിച്ചു വരുന്നു എന്ന് പറയുന്ന മോഡൽസ് എന്തായാലും കിട്ടില്ല. ഒരു നിയർലി ഒരു 28 to 35 ലക്ഷം വരെ എക്സ്ഷോറൂം പ്രൈസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു മോഡലാണ് ഇന്ത്യയിൽ വരാനുള്ളത്. കാരണം GT ആണെങ്കിലും ലാസ്റ്റ് നമുക്ക് 2017 പോളോ GT ഇന്ത്യയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു 28 ലക്ഷത്തിനടുത്തുള്ള ഓൺ റോഡ് പ്രൈസ് ഉണ്ടായിരുന്നു എന്നാണ് എന്റെ അറിവ്. ഇപ്പൊ ഇനി വരികയാണെങ്കിൽ തന്നെ നിയർലി ഒരു 30ന്റെ മുകളിൽ എന്തായാലും ഓൺ റോഡ് പോകുന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ ഒരു വണ്ടി മാത്രമാണ് തിരിച്ചു വരുന്നത്. അല്ലാതെ ഇപ്പോ അതായത് നമ്മളെ ലാസ്റ്റ് വിറ്റിട്ടുണ്ടായിരുന്ന പോളോന്റെ ആണെങ്കിലും ആ ഒരു പോളോ ഒരിക്കലും നിങ്ങൾക്ക് അതായത് ഇപ്പൊ അടുത്ത് എന്തായാലും ഉണ്ടാവില്ല. നിയർലി ഒരു 2 ഇയറിൽ എന്തായാലും ഉണ്ടാവാനുള്ള ചാൻസ് എന്തായാലും ഇല്ല. ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ കുറെ കോൾസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്, പോളോ തിരിച്ചു വരുന്നുണ്ടോ, ചാൻസസ് ഉണ്ട്. അതായത് ചാൻസസ് ഉള്ളതെന്ന് വെച്ചാൽ ഒന്ന് GT ആണെങ്കിലോ അല്ലെങ്കിൽ ഗോൾഫ് ആണെങ്കിലോ അവർ ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ. അതായത് ഇതിനു മുമ്പ് നടന്ന സംഭവമാണ്, 2017 നടന്ന സംഭവം തന്നെ ചിലപ്പോൾ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ ഒഫീഷ്യൽ ഒരു കമ്മ്യൂണിക്കേഷൻ എവിടെയും ഞാൻ ഈ ചാനൽ ഇടുന്നതാണെങ്കിൽ ഒരു ഒഫീഷ്യൽ ഡീറ്റെയിൽസും അല്ല. ഞാൻ ചിലപ്പോൾ ഇന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നാളെ അവർ എന്താ പറയണ്ടേ പെട്ടെന്ന് തന്നെ വണ്ടി ഇന്ത്യയിലെത്തിക്കാം, അങ്ങനെ ഒരു പക്ഷേ പെട്ടെന്ന് നടക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന സാധ്യതകൾ മാത്രമാണ്. എന്തായാലും പെട്ടെന്നൊരു പോളോ തിരിച്ചു വരാൻ എന്തായാലും ഉണ്ടാവില്ല. പിന്നെയുള്ള ഈ ഒരു സംഭവമാണെങ്കിൽ തിരിച്ചു വരികയാണെങ്കിൽ തന്നെ ചിലപ്പോൾ അവർ ഇമ്പോർട്ട് ചെയ്യും. ഇത്ര യൂണിറ്റ് എന്ന് വെച്ചിട്ട് നമുക്ക് ടീറോക്കൊക്കെ അവസാനം വിറ്റിട്ടുണ്ടായിരുന്നതിന്റെ ആ ഒരു യൂണിറ്റിൽ വെച്ചിട്ട് അവർ ചിലപ്പം സെയിൽ നടത്താം. അതും എത്രമാത്രമല്ല എത്ര പെട്ടെന്ന് ഉണ്ടാവുന്നുള്ള ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതായത് പെട്ടെന്ന് തന്നെ ഉണ്ടാവില്ല. ഒരു 6 മന്തിലടക്കം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ഒരു ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അത് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇതൊരു ജനറൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറയുന്നതാണ്, അല്ലാതെ ഒരു ഫോക്സ് ആൻഡ് ഒഫീഷ്യൽസോ അല്ലെങ്കിൽ ഫോക്സ് ആൻഡ് ഡീലർഷിപ്പ് എന്ന് വരുന്ന ഇൻഫർമേഷൻ അല്ല. ഞാൻ എന്റെ ചാനലിൽ ഫോക്സിന് വണ്ടികൾ ഇടുന്നതിന്റെ ബേസിൽ ഞാൻ എപ്പോഴും എന്താ പറയുക ഫോക്സ് ആൻഡ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടാണ്. ഇതിന്റെ തന്നെ യൂട്യൂബിൽ കുറെ വീഡിയോസും എന്താ പറയുക കുറെ ഷോർട്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ ഇങ്ങനത്തെ വീഡിയോസും കാര്യത്തിൽ ചെയ്യാറില്ല. ഇപ്പോൾ ഉള്ള ടൈമാണെങ്കിൽ കാരണം എന്താണ് വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാറ്. അപ്പൊ ഈ പോളോയുടെ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരണം തോന്നിയോണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. ഷോർട്ട് വീഡിയോ ആക്കാന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നെക്സ്റ്റ് വീഡിയോസ് കാണാം.